ഹായ് ഗൈസ്, വെൽക്കം ടു ഫാമിലി ടൈൽസ്. ഞാൻ രൂപേഷ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഓണാഘോഷ പരിപാടികളിലാണ്. നമ്മൾ ആദ്യം ഓണാഘോഷ പരിപാടികളിൽ ആദ്യത്തെ ഐറ്റായിരുന്നു ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കൽ മത്സരം. അതിൻ്റെ നിൽക്കുന്ന ആളുകളാണിത്. അപ്പോൾ അതിൽ വിജയിച്ചത് നമ്മൾ ഷിഹാബാണ്, ആ ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ ആൾക്ക് അഭിനന്ദനങ്ങൾ. അതിനുശേഷം നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് കടന്നു. സുന്ദരിക്ക് പൊട്ടുതൊടാൻ നമ്മുടെ സുന്ദരി ഹണിറോസാണ്. ഹണിറോസിന് പൊട്ടുതൊടാൻ അരുണേട്ടൻ ഉണ്ടായിരുന്നു, ഗഫൂർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി ആളുകൾ സുന്ദരിക്ക് പൊട്ടുതൊടാനുണ്ടായിരുന്നു കേട്ടോ. ഹണിറോസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുന്ദരിക്ക് പൊട്ടുതൊടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരമാണ്. നമ്മൾ ഒരുപാട് സമയമെടുത്ത്, അതായത് ഒരുപാട് പേര് മത്സരിച്ച ഒരു മത്സരം. അപ്പോൾ അതിൽ വിന്നറായത് ഏകദേശം നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഇർഫാൻ്റെ വക ഒരു അടിപൊളി സംഭവം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അളവൊക്കെ എടുത്ത് പോയിട്ട് കറക്റ്റായിട്ട് കുത്താൻ ശ്രമിച്ചു. പക്ഷേ കുത്തി വന്നപ്പോൾ അത് പുറത്തായിപ്പോയി. അപ്പോൾ അങ്ങനെ വളരെ രസകരമായ ഒട്ടനവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്കും ഈ കൈ പുറകിൽ കെട്ടണം എന്നൊക്കെയാണ്, പുറകിൽ കെട്ടിയ കൈ വേറെ എവിടെയും തൊടാതെ കറക്റ്റായിട്ട് പോയി കുത്തണം എന്നൊക്കെയാണ്. പക്ഷെ ചില ആളുകളൊക്കെ തപ്പി കറക്റ്റാക്കിയിട്ടൊക്കെയാണ് കുത്തുന്നത്. എന്തായാലും ആ ടൈപ്പ് കുത്തും കറക്റ്റായില്ല എന്നുള്ളതാണ് അതിലെ ഒരു രസകരമായ സംഭവം. അപ്പോൾ അങ്ങനെ ഒരുപാട് മത്സരങ്ങളും ഈ സമയത്തൊക്കെ നമ്മളവിടെ പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീം പൂക്കളം വരയ്ക്കാനും അതിടാനും ഒക്കെ താല്പര്യമുള്ള, അതിന് കുറച്ച് കലാവാസനയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ആ ടൈപ്പ് ആളുകൾ അവിടെ പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇത്തരം മത്സരങ്ങൾ നമുക്ക് ഒട്ടനവധി ഇനിയും ഉണ്ട്. പിന്നെ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇടുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ അമീർ ഭായിയാണ് വിജയിച്ചത്. നമ്മളെ ഷോറൂം മാനേജറായിരുന്ന അമീർ ഭായിയാണ് വിജയിച്ചത്. അപ്പോൾ അത്തരം കുറേ മത്സരങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നല്ലൊരു സദ്യ കഴിക്കേണ്ടായി. ആ സദ്യയോട് കൂടിയാണ് നമ്മുടെ ഓണാഘോഷം അവിടെ അവസാനിച്ചത്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം വളരെ ഗംഭീരമായിരുന്നു എന്ന് എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ അത്രത്തോളം സന്തോഷകരമായ ഒട്ടനവധി നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ലൈവായിട്ട് സോങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആടിത്തിമിർത്ത് തന്നെയാണ് ഈ ഒരു ഓണം നമ്മൾ കൊണ്ടാടിയത്. അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിക്കാനായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കാണണം. ഏകദേശം 28 മിനിറ്റോളം ഉള്ളൊരു വലിയ വീഡിയോ തന്നെ നമ്മൾ ചാനലിൽ 4K ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒട്ടനവധി രസകരമായ ആനന്ദകരമായ നിമിഷങ്ങളൊക്കെ കോർത്തിണങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഫുഡിൻ്റെ ഉണ്ട്, യാത്രയുടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണണം.